ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും PK ശ്രീമതിയുടെ പരാതിയിൽ കേസ്. ജനം TV, ജന്മഭൂമി, ഭാരത് ലൈവ്, കർമ്മ ന്യൂസ്, സുദിനം എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കണ്ണൂർ റൂറൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കാണ് PK ശ്രീമതി പരാതി നൽകിയിരുന്നത്. സൈബർ ഓപ്പറേഷൻസ് IGP പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അർജുൻ, നട്ടാൽ കുരുക്കാത്തെന്നുള്ള വ്യാജ വാർത്തയാണ് ഈ സംഘപരിവാർ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. MLA-യുടെ ഭാര്യ എന്നുള്ള വ്യാജേന പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു ആ വ്യാജ വാർത്ത. PK ശ്രീമതിയുടെ ഏറ്റവും മുതിർന്ന കേരളത്തിലെ തന്നെ മഹിളാ നേതാവാണ്. കണ്ണുനീർ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെ അതിവേഗം ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്, അല്ലേ അർജുൻ? നൽകിയത് ആഭ്യന്തര വകുപ്പിനും DGPക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് PK ശ്രീമതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ആലക്കോട് സൈബർ പോലീസാണ് PK ശ്രീമതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ കണ്ണൂർ റൂറൽ സൈബർ പോലീസാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ചാനലുകൾ ഉൾപ്പെടെ സംഘപരിവാർ മാധ്യമങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് ജനം TV, ജന്മഭൂമി, ഭാരത് ലൈവ്, കർമ്മ ന്യൂസ്, സുദിനം എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായ രീതിയിൽ PK ശ്രീമതി ഇന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം മൊഴിയെടുക്കാൻ വേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നടന്ന സംഭവങ്ങളെപ്പറ്റി, വന്ന വാർത്തകളെപ്പറ്റി, അതിന്റെ നിജസ്ഥിതിയെപ്പറ്റി വിശദമായ രീതിയിൽ മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത് സൈബർ ഓപ്പറേഷൻസ് IGP പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ്. അദ്ദേഹത്തിനാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല. നേരത്തെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതല സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ആലക്കോട് സൈബർ പോലീസ് മൊഴിയെടുക്കുകയും മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കണ്ണൂർ റൂറൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇന്നുൾപ്പെടെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ PK ശ്രീമതി പറഞ്ഞിരുന്നത് ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ്. കാരണം മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും പലരും തന്നെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഒരു തെറ്റ് തങ്ങൾക്ക് സംഭവിച്ചതാണ്, കൃത്യമായ രീതിയിൽ ഒരു പരിശോധന ഇല്ലാതെ വാർത്ത നൽകിയതിൽ തെറ്റ് തങ്ങൾക്ക് സംഭവിച്ചതാണ് എന്നുള്ള കുറ്റസമ്മതം അവരിൽ പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു വിട്ടുവീഴ്ച നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തുടർന്നും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നാണ് PK ശ്രീമതി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഇടപെടൽ അതൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ള കാര്യം PK ശ്രീമതി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികൾ, അതായത് നീതി തനിക്ക് ലഭ്യമാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിന് PK ശ്രീമതി തയ്യാറായിട്ടില്ല. കാരണം ഇത്തരം ഒരുപാട് സംഭവങ്ങൾ മുൻപ് ഉണ്ടായതാണ്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ രീതിയിൽ അതിനകത്ത് ഒരു വലിയ രീതിയിൽ ഒരു മുന്നോട്ട് പോക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷേ താൻ എന്തായാലും ഈ കാര്യത്തിൽ ഉറച്ച ഒരു നിലപാടാണ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം PK ശ്രീമതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഏറെ ഒരു വളരെ പെട്ടെന്നുള്ള ഒരു നടപടികൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യം മുഖ്യമന്ത്രിക്കും DGPക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഒക്കെ PK ശ്രീമതി പരാതി നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങാനും പോലീസിന് നടപടികൾ ഉണ്ടാവട്ടെ അർജുൻ. അപ്പോൾ കുറ്റബോധം കൊണ്ട് അവസാനിക്കുന്നതല്ല, പൊറുക്കാൻ കഴിയുന്ന തെറ്റുമല്ല ഇക്കൂട്ടർ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും അഗാധമുള്ള വ്യാജ വാർത്തയാണ് ജനം TVയും ജന്മഭൂമിയും ഭാരത് ലൈവും കർമ്മ ന്യൂസും സുദിനം എന്നീ സ്ഥാപനങ്ങൾ, ഇവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പൊറുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് PK ശ്രീമതിയും പറയുന്നു. ഈ സ്ഥാപനങ്ങൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു.